ഹലോ പ്രിയപ്പെട്ട പ്ലസ് ടു വിദ്യാർത്ഥികളെ, നിങ്ങളെ ഓണത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സിൽ നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് സാർ ഇപ്പൊ പറയാൻ പോകുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ് സാർ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്, ഒന്നെങ്കിൽ കുളംസ് ലോ, അല്ലെങ്കിൽ ഗോസസ് ലോ, അല്ലെങ്കിൽ ബയോ സവാർട്സ് ലോ, അല്ലെങ്കിൽ ആംബിയസ് ലോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിച്ചിരിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ, പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ കോൺഡൻസേഷൻ ഓഫ് ചാർജ് Q ഈക്വൽ ടു NE എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അതിൽ തന്നെ ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. എന്തുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, സ്റ്റേറ്റ് കിർച്ചോഫ് റൂൾസ്. ചിലപ്പോൾ KVL ആവാം, ചിലപ്പോൾ KCL ആവാം. ഇനി ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ കൂടി അവിടെ ചാൻസ് ഉണ്ട്. KVL ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് അല്ലെങ്കിൽ KCL ഈസ് ബേസ്ഡ് ഓൺ ഡാഷ്. ഇത് രണ്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൺസർവേഷൻ ഓഫ് ചാർജ് ആണോ, കൺസർവേഷൻ ഓഫ് എനർജി ആണോ, എല്ലാം പഠിച്ചു വെച്ചേക്കണം. യെസ്. നെക്സ്റ്റ്, പാത്ത് ഓഫ് ചാർജ്. മക്കളെ, ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ പാരലൽ ആയിട്ട് വരികയാണ്. പാരലൽ ആയിട്ട്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട് ഒരു ചാർജ് വരികയാണ്. ഇനി പെർപെൻഡിക്കുലർ ആയിട്ട് വരികയാണ്, ഇൻക്ലൈൻഡ് ആയിട്ട് വരികയാണ്. അപ്പോഴൊക്കെ ആ ചാർജിന്റെ പാത്ത് ഏതായിരിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ്, obtain the expression for the magnetic field on the axis of a circular loop. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്, ഇനിയും വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒന്നെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടി ചോദിക്കും. ഉറപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു കൺവേർട്ട് ഗാൽവനോമീറ്റർ ടു അമീറ്റർ അല്ലെങ്കിൽ ഹൗ ടു കൺവേർട്ട് ഗാൽവനോമീറ്റർ ടു വോൾട്ട്മീറ്റർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചിരിക്കും കേട്ടോ. ഇനി ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് വയർ. അല്ലെ, ഗോസസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിക്കണം. നെക്സ്റ്റ്, റൈറ്റ് വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ. കറണ്ട് ഇലക്ട്രിസിറ്റി നമ്മൾ പഠിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇത് നിർബന്ധമായിട്ട് പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ. അടുത്തത്, ഡിറൈവ് വീറ്റ്സ്റ്റോൺ നെറ്റ്വർക്ക് പ്രിൻസിപ്പിൾ. മക്കളെ, ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനും അതുപോലെ തന്നെ അതിന്റെ ഡെറിവേഷനും നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചിരിക്കണം. ഇനി അടുത്തത്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി. ഒരു മെറ്റലില്, ഒരു സെമി കണ്ടക്ടറില്, ഇൻസുലേറ്ററില് ടെമ്പറേച്ചർ എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള ചോദ്യം ചോദിക്കാനുള്ള ചാൻസും അതിന്റെ ഗ്രാഫ് ചോദിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഈ എല്ലാ ക്വസ്റ്റ്യൻസും മക്കൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഇനി ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ മക്കൾക്ക് വേണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യുക. സാറ് എന്തായാലും അതിന്റെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.